ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരായ, ദൈവകൃപയാൽ ദൈവവചനത്തിലും കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിലും ദൈവത്തിൻ്റെ ഉപദേശങ്ങളിലും ഉറച്ചു നിൽക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, വചനം കേൾക്കാൻ തൽപരരായി പ്രതീക്ഷയോടെ ഓരോ ദിവസവും കാത്തിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയരായവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ജയത്തോടെ നടത്താൻ, ഒരിക്കലും നമ്മുടെ തലകുനിയാതെ, ശത്രുവിൻ്റെ പാളയത്തിൽ നമ്മൾ മുറിവേറ്റ് കിടക്കാതെ, കർത്താവിൻ്റെ തൂവലുകൾ കൊണ്ട് മറച്ചും ദൈവത്തിൻ്റെ വചനം തന്ന് ധൈര്യപ്പെടുത്തിയും ജീവിക്കാൻ വേണ്ട എല്ലാ പ്രേരണയും പ്രത്യാശയും വചനത്തിലൂടെയും കർത്തൃദാസന്മാരിൽ കൂടെയും ആലോചനയിലൂടെയും നമുക്ക് തന്ന് നമ്മെ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ദൈവത്തെ എൻ്റെ ഹൃദയം തുറന്ന് നിങ്ങളോടൊപ്പം സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയിലേക്കും ദൈവിക ചിന്തയിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളോടുള്ള പോരാട്ടം ശത്രുവിൻ്റെ പക്ഷത്തുണ്ട് എന്നത് വാസ്തവമാണ് ഓരോ ദിവസങ്ങളിലും. എന്നാൽ ശത്രുവിൻ്റെ തീയുമ്പുകളൊന്നും നമ്മുടെ പാളയത്തിൽ വീണ് കത്തരുത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ തറയ്ക്കരുത്. മറ്റുള്ളവരിൽ മറഞ്ഞിരുന്ന് നമ്മളോട് പോരാടുന്ന ദുഷ്ടശക്തിയുടെ തീ കെടുത്താൻ പരിശുദ്ധ ദൈവം നമുക്ക് പ്രേരണ തന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് ദൈവത്തിൻ്റെ ജനം ലോകാധിപത്യം പുലർത്തുന്ന അന്ധകാര ശക്തിയോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ ഉപദേശം വേദപുസ്തകത്തിൽ കാണുകയാണ്. അതിൽ നിന്ന് ധ്യാനചിന്തകളായ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഞാൻ എഫേസ്യ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യം വായിച്ച് അതിനകത്ത് നിന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, നിങ്ങളെ ബോധവൽക്കരിക്കാൻ, നിങ്ങളെ ശക്തീകരിക്കാൻ, നിങ്ങളിൽ ഒരാൾ പോലും ഒരിടത്തും തളരരുത്. ദൈവത്തെ അറിഞ്ഞവർ, വചനം കേട്ടവർ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ ബലപ്പെട്ട് നിൽക്കണം. നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ധന്യരാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള ദൈവിക ഉപദേശം പ്രാർത്ഥനാമുറിയിൽ ലഭിച്ചത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടട്ടെ. ഒരിക്കൽ കൂടി ആ റെഫറൻസ് ഞാൻ പറയുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. ഇതാ വാക്യം, കേട്ടോളുക. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ഇന്നലത്തെ ധ്യാന ചിന്തയിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചിരുന്നത് ഇങ്ങനെയാണ്: പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ നമുക്ക് കഴിയേണ്ടതിന്. അത് 10-11 വാക്യങ്ങളിൽ നിന്നാണ് ഇന്നലെ ഞാനൊരു സന്ദേശം നിൽക്കുന്നത്. കഴിയേണ്ടതിന്. നമുക്ക് കഴിയില്ല എന്ന് പലപ്പോഴും സാത്താൻ നമ്മളെ തോന്നിപ്പിക്കും. എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, എനിക്കൊരു നല്ല കാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഇവിടെ നിന്ന് പുറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അയ്യോ കർത്താവേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ കഴിവുകേട് എപ്പോഴും ആളുകളുടെ വായിലൂടെ, നീ കഴിവുകെട്ടവനാണ്, നീ കഴിവുകെട്ടവളാണ്, നിനക്ക് കഴിയില്ല, അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ കഴിവിനെ കെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മാക്സിമം നമ്മൾ കഴിയത്തില്ല എന്ന് തോന്നിപ്പിച്ച് നമ്മുടെ 1000 പ്രാവശ്യം പറയും. അതൊരു ശീലമാക്കിയിരിക്കുക. നമ്മൾ എന്ത് പറയും? എന്നെക്കൊണ്ട് കഴിയായിരുന്നു, എന്നെക്കൊണ്ട് പറ്റിയായിരുന്നു. നമ്മൾ ഈ പിള്ളേരോടൊക്കെ ഞാൻ സാധാരണ പറയും, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവസരം കിട്ടിയാൽ, പാട്ടുപാടാൻ അവസരം കിട്ടിയാൽ, 2 മിനിറ്റ് ദൈവത്തെക്കുറിച്ച് പറയാനൊരു അവസരം കിട്ടിയാൽ, ഒന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയാൽ, അപ്പോൾ ഇവരൊക്കെ പറയുന്നതെന്ന് അയ്യോ വലിയൊരു പോലും പറയും, എനിക്ക് കഴിയില്ല പാസ്റ്റർ, എനിക്ക് കഴിയില്ല, എനിക്ക് ആരാധിക്കാൻ കഴിയില്ല, എനിക്ക് പാടാൻ കഴിയില്ല, എന്നോട് പറഞ്ഞേക്കരുത്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല, ഒരു വാക്ക് പോലും എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാൻ. നമ്മളങ്ങ് പറയുക, എന്ത് പറഞ്ഞാൽ കഴിയില്ല. ഇതൊരു നെഗറ്റീവ് ചിന്തയാണ്. കഴിയില്ല എന്നല്ല. വേദപുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നോ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഉയരത്തിലെ ശക്തി നിനക്ക് ദൈവം തരും. തരുന്ന എന്തിനാ? നിനക്ക് കഴിയാനാ. പല കാര്യങ്ങൾ നിനക്ക് കഴിയും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിൻ്റെ തലയ്ക്ക് മീതെ ഓളം തല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൽ പറയാൻ വേണ്ടി ദൈവം, മനസ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ പറയുന്നതാണ്, നമുക്ക് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കഴിയും. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇന്നലെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ, മറ്റുള്ളവരിൽ പതിയിരുന്ന് നമുക്ക് നേരെ പ്രതിയോഗിയെ പോലെ പോരാടുന്ന
സംഘം ചേർന്ന് നിന്ന് ഒരു വീട്ടിലെ തന്നെ പലരെ കയ്യിലെടുത്ത് നിനക്കെതിരായി 4-5 പേര് ഒറ്റക്കെട്ടായി നിന്ന് നിന്നെ ഒറ്റപ്പെടുത്തി പോരാടുമ്പോൾ അവരുടെ മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് തോന്നുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാവാൻ തോന്നുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നീ ചാവണ്ട, നീ മരിക്കണ്ട, നീ എടുത്തിയാട്ടം നടത്തല്ലേ, നിനക്ക് കഴിയും. ചിലതിനെ കൈകാര്യം ചെയ്ത് നിൻ്റെ വീട്ടിൽ നിൻ്റെ അവകാശത്തിന്മേലിരിക്കുന്ന ദുഷ്ടൻ്റെ ചെങ്കോലൊടിച്ച് ദൈവത്തിൻ്റെ കൃപയാം നന്മയെ അനുഭവിപ്പാൻ നിനക്ക് കഴിയും എന്നതാണ് ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന വിഷയത്തിനകത്ത് ദൈവാത്മാവ് മറച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യ, ദൈവവൈതലേ, എന്നോട് പ്രാർത്ഥിക്കുന്നവളെ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ, ദൈവമുഖത്തേക്ക് നോക്കുന്നവനെ, നിനക്കത് കഴിയും എന്ന് പറയുന്ന ഭാഗമാണിത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് എന്താ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത് 13-ാം വാക്യത്തിനകത്ത് കണ്ടോ, എന്താ കഴിയുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞു 2-3 കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ, ഞാൻ അതിനെക്കുറിച്ച് പറയാം. സകലവും ശ്രമിച്ചിട്ട് അത് ഞാൻ നിങ്ങളോട് പറയാം. 3, ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? അവിടെ മുതലേ തുടങ്ങാൻ ദൂത് കേട്ടോ. 4 ഭാഗങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് എനിക്ക് പറയണം. 1, ഇടയ്ക്ക് കയറി 1-ാമത്തെ കാര്യം പറയുക, പറഞ്ഞു വന്നതുകൊണ്ട് പറയുക. 1, ഉറച്ചു നിൽക്കാൻ നിനക്ക് കഴിയേണ്ടതിന്. അതിനർത്ഥം എന്താ? നിനക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത്, നിന്നെ ദൈവമായ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന വീട്ടിൽ, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നിൻ്റെ സർക്കിളിനകത്ത്, നിൻ്റെ അവകാശത്തിനകത്ത് നിന്നെ നിർത്തത്തില്ല. ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. അയ്യോ, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, നേരെ നിൽക്കാൻ കഴിയത്തില്ല. അയ്യോ കർത്താവേ, ഇതിൻ്റെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയും. നിൽക്കാൻ കഴിയത്തില്ല അയ്യോ എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവാത്മാവ് ഇന്ന് പറയുന്ന വാക്ക് നിങ്ങളൊന്ന് വിശ്വസിച്ച്, നിങ്ങളോടാ ദൈവം പറയുന്നത്. ഈ വചനം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ കാരണം എന്താ? ഏതോ കേരളത്തിൻ്റെ ഏതോ ഒരു കൊച്ചു സ്ഥലത്ത് ഒരു ഇടുങ്ങിയ മുറിക്കകത്തിരുന്നുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞത്, കറങ്ങിച്ചിട്ട് രാജ്യങ്ങൾക്കപ്പുറം ഒരാളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക്, ആളുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്കുമായി കറങ്ങി നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ മീഡിയയിലോ വന്നിട്ട് നിങ്ങളുടെ കാതിൽ ഇത് കേൾക്കാൻ കാരണം എന്താ? ഇത് അവിചാരിതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കെന്നാ, ആയിക്കോട്ടെ, ഇത് സ്വാഭാവികം, രാവിലെ കിട്ടി, വായുളി കഴിക്കുന്ന പോലെ. അല്ലല്ലല്ല, ഞാൻ പറയുന്നു, നിങ്ങളെ ഉറച്ചു നിർത്താൻ, നിങ്ങളെ പിടിച്ചു നിർത്താൻ, നിങ്ങളായിരിക്കുന്ന വീടിനകത്ത് നിങ്ങളെ നിർത്താതിരിക്കാൻ മറുഭാഗത്ത് അശ്രാന്ത പരിശ്രമം നടത്തുന്ന അന്ധകാര ശക്തികൾ ഒന്നിച്ചടരാടുമ്പോൾ, വലിയ ആൽമരത്തിന് കാറ്റ് പിടിക്കുമ്പോൾ നിന്റെ വേര് പറയ്ക്കാൻ വേണ്ടി, നിന്നെ നിർത്താതിരിക്കാൻ വേണ്ടി അടരാടി നിൽക്കുന്നതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് പറയുക, തമ്പുരാനെ നിൻ്റെ വീട്ടിലേക്ക് നേരെ സ്തോത്രം ഒരു മുണ്ടും മടക്കി കൊടുത്തുകൊണ്ട് കയറി വരാൻ പറ്റില്ലല്ലോ. അതിന് ദൈവം ചെയ്യുന്ന പദ്ധതിയാണ്. നീ ഇതെങ്ങനെയെങ്കിലും അറിയണം. നീ മരിക്കരുത്, നീ ചാവരുത്, നിരാശപ്പെടരുത്, ഉറക്കമില്ലാത്ത രാത്രികളായി കിടക്കരുത്. മറിച്ച് സ്വർഗം പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് കേക്ക്. നിനക്കുറച്ചു നിൽക്കാൻ കഴിയും. നിനക്കുറച്ചു നിൽക്കാൻ കഴിയും. ഞാൻ നിൻ്റെ കാതിൽ പറയുക, തളരല്ലേ. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ, ഈ രോഗത്തിൻ്റെ നടുവിൽ, ഈ ഒറ്റപ്പെടുത്തലിന് നടുവിൽ, ഈ കടഭാരത്തിൻ്റെ നടുവിൽ നാട് വിട്ടോടിപ്പോയി ഏതോ സ്ഥലത്ത് ഒളിച്ചു പാർക്കുന്നവളെ പോലെ ഇരിക്കുന്ന എൻ്റെ പൊന്നു കൂടപ്പറപ്പേ, സ്വർഗം പറയുന്ന വാക്ക് അതുപോലെ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി പ്രത്യേകമായി പറയുന്നു. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ, എൻ്റെ പിള്ളേരുടെ മുമ്പിൽ, അയ്യോ നാണം കെട്ടു പോയില്ലേ, തല കുനിഞ്ഞു പോയില്ലേ, ഇനി എനിക്കൊരു വാക്ക് പറയാൻ പറ്റുമോ? ഇനി എനിക്ക് അവരുടെ മുമ്പിലേക്ക് ചെല്ലാൻ പറ്റുമോ? ഇനി ആ പഴയ കാലത്തെ പോലെ എനിക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ദൈവം പറയുന്നു. നിൻ്റെ പ്രതാപം കൊണ്ടും പണം കൊണ്ടും നിൻ്റെ കഴിവ് കൊണ്ടും നിൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും നിൻ്റെ മുൻകാല ചരിത്രം കൊണ്ടും നിൻ്റെ വായിലെ വലിയ പൊങ്ങച്ച വർത്താനം കൊണ്ടും ഒന്നും നിൽക്കാൻ കഴിയില്ല. പിന്നെ നിൽക്കാൻ കഴിയുന്നൊരു സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട്. നിൽക്കാൻ കഴിയേണ്ടതിന്, ഹല്ലേലൂയ, നിനക്ക് നിൽക്കാൻ കഴിയും. ഞാൻ വിശദീകരിക്കാൻ കേട്ടോ. അവിടുത്തെ 4 കാര്യങ്ങളെങ്കിലും എനിക്ക് പറഞ്ഞെങ്കിൽ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ധ്യാനചിന്ത അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. 1, അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും. ദുർദിവസം എന്ന് പറഞ്ഞതിന് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല കേട്ടോ. ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ പോലും എല്ലാ ദിവസവും എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. 365 ദിവസവും ആയുസിൻ്റെ എല്ലാ നാളും ഒരുപോലെ ആയിരിക്കുകയല്ല. കഷ്ട ദിവസമുണ്ട്, ദുർദിവസമുണ്ട്, സങ്കട ദിവസമുണ്ട്, വലിയ പ്രതിസന്ധിയുടെ കാലമുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ് കയറി ഇറങ്ങി വരണം. ഏത് മനുഷ്യർക്കും ഇതുമുണ്ട്. ഒരു ട്രാൻസ്ലേഷനിൽ ദുർദിവസത്തിൽ എതിർക്കാനെന്ന് പറഞ്ഞിരിക്കുന്നതിന് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ശത്രു കയറി വരുന്ന ദിവസം,
അയ്യോ അങ്ങനെയൊക്കെ വരൂ പാസ്റ്ററെ, നിങ്ങൾ വിചാരിക്കുന്നല്ലോ നീഡ ടി വിയുടെ പരസ്യം പോലെ കൊമ്പും വാലും വെച്ച് സാത്താൻ നേരെ നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വന്ന് കണ്ണടയ്ക്കുമ്പോൾ ഉറക്കത്തിൽ വന്ന് കട്ടിലിൻ്റെ അടുക്ക് വന്ന് കാലേ മാന്തു എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരും. ഞാൻ പറഞ്ഞല്ലോ, ശത്രു പിശാച് വരുന്നത് ആളത്വത്തിൽ ഒരു ജഡമെടുത്ത് വരിക അല്ല, ആരിലൂടെയെങ്കിലും അങ്ങ് പിശാച് കയറി വരിക, ആരിലെങ്കിലും മറിഞ്ഞിരുന്നുകൊണ്ട് കയറി വരിക. അങ്ങനെ ചിലരിൽ കയറിയിരിക്കും ചില കാലഘട്ടങ്ങൾ. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി നിങ്ങളുടെ പങ്കാളിക്കകത്ത് കയറി ഇരുന്നുകൊണ്ടായിരിക്കും അങ്ങനെ കയറി വരിക. വരാൻ പാടുള്ളതല്ല നിങ്ങളുടെ മക്കളിൽ. അങ്ങനെ വരുന്ന ദിവസം എന്തോ ചെയ്യും നമ്മൾ. ഇതൊക്കെ ഉള്ളതാണ്, ഇല്ലാത്തത് എഴുതുന്ന പുസ്തകമല്ല, ഇതൊന്നും ഇല്ലെന്നും പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പുസ്തകമല്ല. ഇത് സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക ബൈബിളിനെ. ചില ദിവസങ്ങൾ ശത്രു നിനക്കെതിരെ കയറി വരും, നിന്നെ ഇല്ലാതാക്കാൻ, എറിഞ്ഞ് വീഴ്ത്തുന്നത് പോലെ വീഴ്ത്തിക്കളയാൻ. അങ്ങനെയുള്ള ദിവസം എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായോ? മൂക്കി പഞ്ഞി വെച്ച് പെട്ടിക്കകത്ത് പൗഡർ ഇട്ട് നമ്മൾ കിടത്തുന്ന അന്നല്ല, ഇവിടെ എഴുതിയിരിക്കുന്ന സകലതും സമാപിച്ചിട്ട്. ഇന്ന് നടക്കുന്ന പോരാട്ടം, ഈ ശത്രു അഴിച്ചു വിട്ടിരിക്കുന്ന പേപിടിച്ച നായെപ്പോലെ നിനക്കെതിരെ കടിച്ചു കൊടയാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന തന്ത്രങ്ങൾ, ഇറക്കി വിട്ടിരിക്കുന്ന കിംവദന്തികൾ, മനസ്സറിയാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറഞ്ഞ് നിന്നെ വേട്ടയാടാൻ വേണ്ടി കുറച്ച് നാളായിട്ട് പ്രചരിപ്പിക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ, ദുഷ്ടൻ്റെ ആയുധങ്ങൾ, ഇതെന്ന് തീരും എൻ്റെ അപ്പ എന്നും പറഞ്ഞ് നെഞ്ചു തിരുമ്മി കരയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നോട് വാട്സാപ്പിലൂടെയും ടെക്സ്റ്റ് മെസ്സേജിലൂടെയും വാമൊഴിയിലൂടെയും ചോദിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് തീരുമോ പാസ്റ്ററേ? ഇതെന്ന് തീരും? എന്നും എനിക്ക് ഇതായിരിക്കും? ഇങ്ങനെ ചാവേണ്ടി വരുമോ? എനിക്കൊരു നല്ല കാലം വരുമോ? എനിക്കൊരു മാറ്റം വരുമോ? ഇത് കൺക്ലൂഷൻ ഇല്ലാത്ത പ്രശ്നമാണോ? ഇത് സമാപിക്കത്തില്ലേ? ഇത് തീരത്തില്ലേ? ഈ വേദന അവസാനിക്കില്ലേ? എത്ര നാളായി സഹിക്കുന്നു എന്ന ചോദ്യവുമായി ദൈവത്തിൻ്റെ മുമ്പിൽ കെഞ്ചി കെഞ്ചി നിൽക്കുന്ന സഹോദരങ്ങളെ, ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു നൊമ്പരം പൊങ്ങി വന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഉള്ളു വേദനിച്ചുകൊണ്ട് പറയാം, ഈ വിഷയങ്ങൾ തീരുമോ? ഈ സങ്കടങ്ങൾ തീരുമോ? ഈ വേദനകളും നിന്ദകളും തീരുമോ എന്ന് ചോദിക്കുന്നതിന് മറുപടി ആരും ശ്രദ്ധിക്കാത്ത ഈ 13-ാം വാക്യത്തിനകത്ത് ദൈവം തമ്പുരാൻ മറച്ചിട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ കുറേ നേരം പ്രാർത്ഥിച്ച് ഈ ഭാഗത്തുനിന്നായിരിക്കും ദൂത് എന്നെനിക്കറിയായിരുന്നു 2 ദിവസമായിട്ട്. ഇതിനെന്താ ഒരു ധ്യാനം പറയും? ഇതൊരു ബൈബിൾ ക്ലാസ് എടുത്ത് പറയേണ്ട ഭാഗമാണിത്. ഇന്നൊരു ധ്യാനം എന്താ പറയുന്നത്? അതിരിക്കുന്ന ദൈവമക്കളെ ധൈര്യപ്പെടുത്താൻ, പ്രതിഷ്ഠങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ എന്താ പറയുക, കരിയിലേയും കടലാസും കൂടി കിടക്കുന്നത് വകഞ്ഞു മാറ്റിയിട്ട് അതിനുള്ളിൽ കിടക്കുന്ന പൊന്മുത്തുകൾ കാണിച്ചു തരുന്നത് പോലെ ദൈവാത്മാവ് ഈ വാക്യത്തിനകത്ത് തന്നെ കാണിച്ചു തന്നു. എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയാൻ, സകലതും സമാപിക്കുമെന്ന് പറയാൻ. അയ്യോ, ഞാൻ ആ ദൂത് നിങ്ങളോട് പറയാം. എൻ്റെ ഉള്ളത്തിൽ നിന്ന് സന്തോഷമുണ്ട്. നിങ്ങൾ ചിലരെ ഓർക്കുമ്പോൾ, നിങ്ങളുടെ ചിലരുടെ വേദനകൾ ഓർക്കുമ്പോൾ, നിങ്ങളുടെ ചിലരുടെ ഭാരങ്ങൾ ഓർക്കുമ്പോൾ ഉള്ളത്തിൻ്റെ ഉള്ളിലൊരു നൊമ്പരമുണ്ട്. കയ്പും മധുരം കൂടി ഒരുമിച്ച് ചേർന്നൊരു നെല്ലിക്ക പരുവത്തിൽ ഈ വചനം, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കാതുകളിൽ തരിക. ഇന്ന് അനുഭവിക്കുന്ന വേദനകൾ കറുതിയുണ്ടോ? ഇത് തീരുമോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി 6:13 എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുക, സകലതും സമാപിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ തീരുന്നല്ല. ലോകം കത്തി അഴിയുന്ന കാര്യമല്ല, യേശുക്രിസ്തു മടങ്ങി വരുന്ന കാര്യമല്ല, നമ്മൾ ചത്തുപോകുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത്. നീ ഇന്ന് ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളും, ഈ യുദ്ധം സമാപിക്കും, ഈ പോരാട്ടം സമാപിക്കും. ഇന്ന് വീട്ടിൽ നടക്കുന്ന കറങ്ങി ചുറ്റി നിൽക്കുന്ന ഈ വജ്രാസ്ത്രം പോലെ കറങ്ങി എങ്ങനെ തിരിഞ്ഞു വന്നാലും നമ്മുടെ നെഞ്ചത്ത് വന്ന് കയറണം. എൻ്റെ വാക്ക് നിങ്ങൾ കട്ടിയാന്ന് ധരിക്കരുത്, ഒരു സാധാരണ ഭാഷ പറയുക. എങ്ങനെ കറങ്ങിയാലും നമ്മുടെ തലയിൽ വന്ന് വീണ് കത്തണമെന്ന് പറഞ്ഞ് ആര് പറഞ്ഞാലും നമ്മുടെ മണ്ടേ കൊണ്ടിടാൻ വേണ്ടി കറങ്ങി നിൽക്കുന്ന വജ്രാസ്ത്രങ്ങൾ, ഇതിനൊരു സമാപനം ഉണ്ടാവുമോ? ഇതിനൊരു സമാപ്തി വരുമോ? ഇത് തീരുവോ എന്ന ചോദ്യത്തിൻ്റെ സമാപനം പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഇന്ന് പറയുക, സകലതും സമാപിക്കും കേട്ടോ. നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പ്രശ്നം, നിൻ്റെ ജീവിതത്തിലെ പ്രശ്നം, നിൻ്റെ പ്രതികൂലം, നിൻ്റെ സ്വമ്പരം, ഈ രോഗം മാറും. ഞാൻ ആത്മാവിൽ പറയുക, വിശ്വസിക്കാമെങ്കിൽ ഇന്ന് അത് ഏറ്റെടുക്കുക. ഈ പ്രശ്നം തീരും. കുറേ കാലമായിട്ട് നിൽക്കുന്ന അസിഡിറ്റി, കുറേ കാലമായിട്ട് ആരോടും പറയാൻ പറ്റും, ഡോക്ടർമാരോട് ചെന്ന് പറഞ്ഞാൽ അവർ പോലും ഊറി ചിരിക്കുന്ന രോഗങ്ങൾ, എങ്ങനെ ഒരു രോഗമുണ്ടോ എന്ന് ചിന്തിക്കുന്ന രോഗങ്ങൾ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലരെ കണ്ടുകൊണ്ട് പറയുക, ഇത് മാറത്തില്ലെന്ന, ഇത് തീരത്തില്ലെന്ന, ഈ പ്രശ്നം സമാപിക്കത്തില്ലെന്നാണ് അറിയാവുന്നവർ വിധി എഴുതിയതെങ്കിൽ സ്വർഗം പറയുന്നു, ഇത് സമാപിക്കും, ഇതിനൊരു കൺക്ലൂഷൻ ഉണ്ടാകും, ഇത് തീരും, ഒരു രക്ഷ വരും, ഒരു വിടുതൽ വരും, ഒരു ഉണർവുണ്ടാകും, ഒരു കൃപ വ്യാപരിക്കും. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി സ്വർഗം പറയുന്നു, ഈ പ്രശ്നങ്ങൾ സമാപിക്കും. സമാപിച്ചിട്ട് നീ ഉറച്ചു നിൽക്കും. എതിർത്തവരുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ, തല ഉയർത്താൻ കഴിയാതെ വണ്ണം ചവിട്ടുകൊണ്ടവരെ, വേദനപ്പെട്ടവരെ, നിന്ന സഹിച്ചവരെ, ഉപദ്രവിക്കപ്പെടുന്നവരെ, ഇത് തീരും. നിനക്കുറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന്, ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന്
ഉറച്ചു നിൽക്കാൻ കഴിയേണ്ടതിന് എന്ത് വേണം? ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ഇതൊരു ഉപദേശമാണ്. ദൈവത്തിൻ്റെ സർവായുധവർഗം. ഇതെവിടെ കിട്ടും പാസ്റ്റേ സർവായുധവർഗം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ബാലരുടെ മേലെ പിള്ളേർ വായിച്ചിട്ട് പറയുന്ന പോലെ ഒന്നും പറയരുത്. ഇതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പതുക്കെ കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സർവായുധവർഗം കടയിൽ പോയി മേടിക്കാൻ പറ്റുന്നതല്ല. അത് വിൽക്കുന്ന ഒരു ഷോപ്പും ഇല്ല. അത് കൊടുക്കുന്ന ഒരു ആചാര്യനും ഒരു ഉപദേഷ്ടാവും ഒരു മതവും ഇല്ല. ഇത് ദൈവത്തിൻ്റെ സാധനമാണ്. നീ ദൈവത്തിനുള്ളതായി തീരുമ്പോൾ ദൈവം നിന്നെ അണിയിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ, പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടിയാൽ നീ അവിടെ ചെല്ലുമ്പോൾ നീ വീട്ടിൽ നിന്ന് കത്തിയും കൊടക്കമ്പിയൊന്നും കൂർപ്പിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അവിടെ നിനക്ക് ചെല്ലേണ്ടടത്ത് നിൽക്കേണ്ടടത്ത് വേണ്ട ആയുധം അവിടെ തരിക. നീ ദൈവത്തിൻ്റെതായി രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ വന്നു കഴിയുമ്പോൾ സ്വർഗം നിന്നെ ധരിപ്പിക്കുകയാണ്. നീ എടുത്തു നിൽക്കണം, നിനക്ക് തരികയാണ് ഈ ആയുധം എന്ന് പറയുന്നത്. ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുക. ഇന്നത്തെ ചിന്തയ്ക്കകത്ത് ചില വാക്കുകൾ നിങ്ങളെ വല്ലാതെ പിടിച്ചു നിർത്തട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ദിവസം വരാം. ശത്രു ആരിലെങ്കിലും കയറിയിരുന്ന് എതിർക്കുന്ന ദിവസങ്ങൾ വരാം. സ്തോത്രം, പേടിക്കരുത്, പരിഹാരമുണ്ട്. അവിടെ എന്ത് ചെയ്യണം? സ്തോത്രം, അവിടെ നിങ്ങൾക്ക് ജയിപ്പാൻ കഴിയും, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും, നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും. സ്തോത്രം, ഉറച്ചു നിൽക്കാൻ കഴിയും, പിടിച്ചു നിൽക്കാൻ കഴിയും. ഇവിടെ പല നിൽപ്പുണ്ട്. എതിർത്ത് നിൽക്കുക, ഉറച്ചു നിൽക്കുക. ഇതൊക്കെ നമുക്ക് ഓരോ പദങ്ങൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തളരരുതേ, വീഴരുതേ. ഞാൻ ചുമ്മാ എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലും പറഞ്ഞ് പിള്ളേരെ പറ്റിക്കുന്ന പോലെ പറ്റിക്കുകയല്ല കേട്ടോ. വചനം തരിക. നിങ്ങൾക്ക് കഴിയും. അങ്ങനെ തന്നെ പറ, എനിക്ക് കഴിയും. ഈ പ്രാർത്ഥന കൊണ്ട് കഴിയും. ഈ ദിവസങ്ങളിൽ നിനക്ക് കിട്ടുന്ന പുതിയ ഉണർവ് കൊണ്ട്, പുതിയ ദൈവവചനം കൊണ്ട്, പുതിയ തീരുമാനം കൊണ്ട് നീ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് മാറാൻ മനസ്സ് വയ്ക്കുന്നത് കൊണ്ട്, പാപവഴികൾ വിട്ടുതിരിഞ്ഞ് ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ മനസ്സ് വെച്ചതുകൊണ്ട് നിനക്കത് കഴിയും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒത്തിരി പേര് എൻ്റെ ആയുസ്സിൻ്റെ എല്ലാ നാളും ഇങ്ങനെ ആയിരിക്കുമോ? ഇനിയൊരു മാറ്റം ഉണ്ടാകില്ലേ? ഇതെത്ര നാൾ സഹിക്കേണ്ടി വരും? എത്ര നാളായപ്പാ എന്ന് ചോദിച്ച് കരയുന്ന ഒരുപാട് പേരെ ദൈവം കാണുന്നല്ലോ. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു. അവർക്ക് വേണ്ടി എന്നോട് പറഞ്ഞ വചനം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവരെ ബോധ്യമാക്കുകയാണപ്പാ. എൻ്റെ ദൈവമേ, ഇതിൻ്റെ 1000 മടങ്ങ് അവർക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ. ദൈവമേ, എല്ലാത്തിനും പരിഹാരമുണ്ട്. നിൻ്റെ മക്കൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. സ്വർഗം അതിൻ്റെ ഉറപ്പ് കൊടുത്തിരിക്കുക. സ്തോത്രം. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ. അങ്ങേ